ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കുഞ്ഞിന്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന മീനാക്ഷിയെ കണ്ട് കാർത്തി ആശ്വസിപ്പിക്കുകയാണ്. നമുക്ക് നാളെയോ മറ്റന്നാളോ ഡോക്ടറിനെ കാണാൻ പോയാലോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കുകയാണ് കാർത്തി. തുടർന്ന് മീനാക്ഷി ആശ്വസിപ്പിക്കാനായി കെട്ടിപ്പിടിക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ്. ആ കുഞ്ഞിനെ ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. സാധാരണ അത് കരയേണ്ട സമയമായല്ലോ. ഓ, വയറ് നിറച്ച് പാല് കുടിച്ച് കിടന്നുറങ്ങുകയായിരിക്കും. അതുകൊണ്ടാ ഇപ്പൊ കാണാത്തത്. അതിനോട് എനിക്ക് സ്നേഹമൊന്നും തോന്നിയിട്ടില്ല. ആ മീനാക്ഷി കരയുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടി മാത്രമാ. ആ കുഞ്ഞിപ്പോ എന്നോട് അടുപ്പമൊക്കെ കാണിക്കുന്നുണ്ട്. പതിയെ പതിയെ അത് മുതലെടുത്ത് അതിനെയും കൊണ്ട് വേണം ഈ ചെമ്പകമംഗലം വിട്ടെനിക്കൊന്ന് ഇറങ്ങാൻ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് മൈഥിലി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിരിക്കുന്നതാണ്. ഇപ്പോ 6 മാസമായില്ലേ, ഇനി കുഞ്ഞിന് പതിയെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോ പാല് കൊടുക്കുന്നതോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ ഇനി കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണമെന്നൊന്നുമില്ല, ടിൻ പാലാണെങ്കിലും കൊടുത്താൽ മതി. ഇത് കേൾക്കുന്ന കാർത്തിക്കും മീനാക്ഷിക്കും സന്തോഷമാവുകയാണ്. എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നുണ്ട്. അന്ന് കുട്ടി വളരെ വീക്കായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇവള് മിടുക്കിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ഇത് കേൾക്കുന്ന കാർത്തിയും മീനാക്ഷിയും സന്തോഷത്തോടെ അവിടെ നിന്നിറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷിയും കാർത്തിയും കാണാതെ ടെൻഷനോടെ നടക്കുകയാണ് മൈഥിലി. ഇവര് രാവിലെ തന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോയതാ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ എന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു. അതേസമയം മാലതി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആരെ ഒതുക്കാനുള്ള പ്ലാനാ മൈഥിലി നീ ആലോചിക്കുന്നതെന്ന് മാലതി ചോദിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാ കുഞ്ഞമ്മായി ഈ പറയുന്നതെന്ന് മൈഥിലി ചോദിക്കുമ്പോ മാലതി ദേഷ്യത്തോടെ പറയുകയാണ്. അതെ, നിന്റെ കുഞ്ഞമ്മായി എന്നുള്ള വിളി നിർത്തിയേക്കണം. എനിക്കത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന മൈഥിലി പറയുകയാണ്. ഞാൻ നിങ്ങളെന്താണെങ്കിലും അങ്ങനെ വിളിക്കൂ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, മീനാക്ഷിയും കാർത്തിയും കുഞ്ഞിനെ കൊണ്ട് എവിടെ പോയതാ? ഇത് കേൾക്കുന്ന മാലതി പറയുകയാണ്. അവർ ചിലപ്പോ ഹണിമൂണിന് പോയതായിരിക്കും. നീയേ പുളിങ്കൊമ്പാണെന്ന് കരുതി കാർത്തിയെ ഇട്ടിട്ട് എന്റെ ആങ്ങളുടെ പുറകെ പോയപ്പോഴേ ആ സിംഹാസനത്തില് കാർത്തി മീനാക്ഷിയെ പിടിച്ചിരുത്തി. കൊച്ചുകുട്ടികളല്ലേ, അവർ ആസ്വദിക്കട്ടെ എന്ന് മാലതി പറയുമ്പോ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. അതേസമയം കാർത്തിയും മീനാക്ഷിയും കുഞ്ഞിനെയും കൊണ്ട് ചെമ്പകമംഗലത്തേക്ക് വരികയാണ്. തുടർന്ന് അവരെ കണ്ടയുടൻ മൈഥിലി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിനക്കിത്ര ബോധമില്ലേ? കുഞ്ഞിന് വിശക്കുന്നുണ്ടാകില്ലേ? പാല് കൊടുക്കേണ്ടതല്ലേ? ഇത്രയ്ക്കും ബോധമില്ലാതായി പോയോ എന്നൊക്കെ മൈഥിലി ചോദിക്കുമ്പോ മീനാക്ഷി ദേഷ്യത്തോടെ പറയുകയാണ്. ഛീ, നിർത്തടി. നീ ആരോടാ ഈ ഭരിപ്പിച്ചുകൊണ്ട് വരുന്നത്? കുഞ്ഞിന് ഫുഡ് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ അതിന്റെ അച്ഛനും അമ്മയുമായ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇത് കേൾക്കുന്ന മാലതി മനസ്സിൽ പറയുകയാണ്. അവൾക്ക് വയറ് നിറച്ച് കിട്ടി, സമാധാനമായി കാണും. അത് പിന്നെ കുഞ്ഞ് പാല് കുടിച്ചില്ലല്ലോ എന്ന് ഓർത്താ ഞാൻ പറഞ്ഞതെന്ന് മൈഥിലി പറയുമ്പോ ഞങ്ങൾക്കില്ലാത്ത ഉത്കണ്ഠ മൈഥിലിക്ക് എന്തിനാണെന്ന് കാർത്തി ചോദിക്കുന്നു. നീ വലിച്ചെറിഞ്ഞ് പോയ കുഞ്ഞിന്റെ കാര്യത്തില് ഒരവകാശവും നിനക്കില്ല. അതിന്റെ പേരില് എന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനും നീ വരണ്ട. മൈഥിലി കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ വരെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തിരുന്നതേ മീനാക്ഷിയാണ്. പിന്നെ ഇനിയും മീനാക്ഷിയോട് ഇങ്ങനെ തട്ടിക്കയറുകയാണെങ്കിലേ മൈഥിലി എന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം ഞാൻ മറക്കും. ഇത് കേൾക്കുന്ന മൈഥിലി പേടിയോടെ കാർത്തിയെ നോക്കുകയാണ്. സോറി കാർത്തി. അത് പിന്നെ കുഞ്ഞിന് വിശക്കുന്നുണ്ടാകില്ലേ? ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ? ഇത് കേൾക്കുന്ന കാർത്തി മീനാക്ഷിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മൈഥിലിക്ക് കൊടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും കൂട്ടി കാർത്തി അകത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്ന മീനാക്ഷിയും കാർത്തിയുമാണ്. എന്നാൽ ഇന്നത്തോടെ തന്നെ അത് നിർത്തിയേക്കാൻ രാജലക്ഷ്മി അമ്മ പറയുമ്പോ കുഞ്ഞിന്റെ ചോറൂണിന്റെ കാര്യം പറയുകയാണ് നന്ദിനി. എന്നാൽ ഏറ്റവും അടുത്ത തീയതി തന്നെ അത് നടത്താമെന്ന് പറഞ്ഞ് 24-ാം തീയതി മുഹൂർത്തം തിരഞ്ഞെടുക്കുകയാണ് രാജലക്ഷ്മി അമ്മ. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അതിന് സമ്മതിക്കില്ല. അത് മുടക്കാനായി ഞാൻ ഏതറ്റം വരെയും പോകുമെന്നും മൈഥിലി മനസ്സിൽ പറയുന്നു. അതേസമയം മൈഥിലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുകയാണ് മീനാക്ഷി. തുടർന്ന് മൈഥിലി വൈശാഖിനെ വിളിച്ച് ചോറൂണ് മുടക്കാനായി എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.